ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് ഞാൻ കണ്ണൂരിലെ കുറച്ച് ഇഫ്താർ റെസിപ്പീസാണ് കാണിക്കുന്നത്. ഇഫ്താർ റെസിപ്പീസ് എന്ന് പറയുമ്പോൾ സ്നാക്സ് ആയിട്ടല്ല, മെയിൻ കോഴ്സ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നാസ്ത ടൈപ്പുള്ള പഴയ ഒത്തൻറ്റിക് ആയിട്ടുള്ള റെസിപ്പീസാണിത്. ഇതിൽ ഞാൻ നോമ്പിൻ്റെ സമയത്ത് ട്രൈ ചെയ്യുന്ന 2 സ്വീറ്റ് ഐറ്റംസും കാണിച്ചിട്ടുണ്ട്. അതുപോലെ 2 കറി കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഐറ്റംസും കാണിച്ചിട്ടുണ്ട്. ഇത് കാണുന്ന കണ്ണൂരുകാർക്കൊക്കെ ചിലപ്പോൾ നൊസ്റ്റു അടിക്കും. അത്രയും അടിപൊളി പണ്ട് കാലത്തെ ചെയ്തു വരുന്ന റെസിപ്പീസാണ്. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യണം. ചിലപ്പോൾ കണ്ടിട്ടും കൂടി ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഇത് ഓരോന്നായിട്ട് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുഞ്ഞിക്കലത്തപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് സ്വീറ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്. ഇത് നമ്മൾ ആ തറാവിയൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു സമയത്താണ് കഴിക്കുക. ഇതിൻ്റെ കൂടെ സ്വീറ്റ് ആയിട്ടുള്ള തേങ്ങാപ്പണ്ടം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ അരക്കപ്പ് പച്ചരി, അരക്കപ്പ് ബിരിയാണി അരി, ജീരകശാല റൈസ് രണ്ടും സെപ്പറേറ്റ് കുതിർത്തി വെച്ചിട്ടുണ്ട്. ഒരു 3 മണിക്കൂർ കുതിർത്തി വെച്ചതാണ്. ഇപ്പോൾ ഈ ഒരു പച്ചരിക്ക് പകരം നിങ്ങൾക്ക് പൊന്നി റൈസ് യൂസ് ചെയ്യാം. ബിരിയാണി അരി എന്തായാലും ചേർക്കണം. ബിരിയാണി അരി ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. നേരിയ അരിയില്ലേ, അത് ഏത് വേണമെങ്കിലും എടുക്കാം. ഈ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഈ ഒരു കുതിർത്തിയ വെള്ളം കളഞ്ഞ് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു അരിപ്പക്കത്ത് തട്ടട്ടോ. ഈ ഒരു വെള്ളം മിക്സിയിലേക്ക് ആഡ് ചെയ്യരുത്, അപ്പോൾ ഒരുപാട് ലൂസായി പോകും നമ്മുടെ ബാറ്റർ. നല്ല വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ഒരു അരിപ്പക്കത്ത് തട്ടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ടോട്ടൽ 1 കപ്പ് റൈസാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അരക്കപ്പ് പഞ്ചസാര കറക്റ്റ് മധുരം ഉണ്ടാവും. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ആ ഒരു സ്വീറ്റ് ആയിട്ടുള്ള പണ്ടും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അധികം മധുരം വേണ്ട. നിങ്ങൾ ആ പണ്ട് ഉണ്ടാക്കുന്നില്ല, വെറുതെ കഴിക്കാനാണെങ്കിൽ ഒരു 3/4 കപ്പ് പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച ചോറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വലിയ ടേബിൾ സ്പൂൺ ഉണ്ടല്ലോ, ആ ടേബിൾ സ്പൂണിൽ 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 2 ടേബിൾ സ്പൂൺ ചോറ്. പിന്നെ അരക്കാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം അധികം ഒഴിക്കരുത്. 1/4 കപ്പ് വെള്ളം കറക്റ്റാണ്. ഈ ഒരു അളവിൽ അരച്ചെടുക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് ഒട്ടും തരിതരിപ്പില്ലാതെ തന്നെ അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് അരച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അന്നേരം ചെറിയ തരിതരിപ്പ് ഉണ്ടായിട്ട് വീണ്ടും ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു അരിപ്പ വെച്ചിട്ട് അരച്ചെടുക്കുക, എന്നിട്ടൊരു ബൗളിലേക്ക് മാറ്റാം. ഏലക്കായൻ്റെ തരിയും മറ്റൊക്കെ ഉണ്ടാവും, അതൊക്കെ പോയി കിട്ടും ഇതുപോലെ അരിച്ചെടുക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലോണം നമുക്ക് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ 1 മണിക്കൂർ അടച്ചൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. പെട്ടെന്ന് ചുട്ടെടുക്കേണ്ട, കഴിയുമെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കുഞ്ഞിക്കലത്തപ്പത്തിനുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചുട്ടെടുക്കാം. ഇത് കോമൺ ആയിട്ടുള്ള പേരാണെന്ന് തോന്നുന്നു, കുഞ്ഞിക്കലത്തപ്പം എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് നെയ്യപ്പം എന്നാണ് ഇതിന് പറയാറുള്ളത്. ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പത്തിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. പൊതുവെ ഇത് ഉരുളിയിലാണ് ചുട്ടെടുക്കുക. നിങ്ങളുടെ കയ്യിൽ അടികട്ടിയുള്ള ഏതെങ്കിലും ചീനച്ചട്ടി എടുത്തിട്ട് ചുട്ടെടുത്താൽ മതി. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആണെങ്കിൽ അത്രയും നല്ലത്. ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട, വെളിച്ചെണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കണം, അതാണ് ടേസ്റ്റ്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബാറ്ററി ഒരു തവി അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടസുറുക്കിയും പൂരിയൊക്കെ പോലെ നല്ലോണം അങ്ങ് പൊന്തും. പക്ഷേ ഇതിന് അത്ര അങ്ങനെ പൊങ്ങി വരേണ്ട കാര്യമില്ല. ഇത് ഇതുപോലെ ഉള്ളിലേക്ക് ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി ആര് വരെയാണ് ചെയ്യേണ്ടത്. സാധാരണ കലത്തപ്പം പോലെ തന്നെ ആര് നന്നായിട്ട് കിട്ടണം. കണ്ടില്ലേ, നന്നായിട്ട് ഇപ്പോൾ ആരൊക്കെ വന്നിട്ടുണ്ട്. ഇത് മറിച്ചിടേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മുകൾ ഭാഗം കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് സൈഡിലേക്ക് ആക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ചൂടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. സൈഡൊക്കെ നല്ലോണം മൊരിഞ്ഞ് വരണം. എന്നിട്ട് മുകൾ ഭാഗം ഇതുപോലെ നല്ല പഞ്ഞി പോലെ ഇരിക്കണം. പെട്ടെന്ന് റെഡിയാവും. ഒരു കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് ഓയിലിൽ നിന്ന് മാറ്റാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല ആരെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അടുത്തതും എല്ലാം ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഈ ഒരു മാവ് വെച്ചിട്ട് ഒരു 10 കലത്തപ്പോളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു വലിപ്പത്തിൽ. പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഗർഭത്തക്കാരത്തിനാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ഇതും ഇല്ലാണ്ട് നടുവൊന്ന് മാവൊന്നും പൊങ്ങി വരാതെ സാധാരണ നമ്മൾ ചുട്ടെടുക്കുന്ന പോലെ വന്നു കഴിഞ്ഞാൽ കുട്ടി ആൺകുട്ടി എന്നാണ് പറയുക. എന്താണ് ഇങ്ങനെ പറയുന്നത്, ഇതിൻ്റെ ലോജിക്ക് എന്താണെന്നൊന്നും അറിയില്ല.
പിന്നെ ഞാൻ കുറേ വീഡിയോയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് തലശ്ശേരിയിലുള്ള, അവളും കൂടി പറഞ്ഞതാണ് ഇങ്ങനെ സാധാരണ വന്നു കഴിഞ്ഞാൽ കുട്ടി ആൺകുട്ടി എന്നാ പറയാം. ഇതുപോലെ ഉള്ളിൽ നിന്ന് മാവ് ഒലിച്ച് പുറത്തേക്ക് വരാണെങ്കിൽ കുട്ടി പെൺകുട്ടി എന്നും പറയും പോലും. ഇത് കണ്ടില്ലേ, ഇത് സ്പെഷ്യലായിട്ടാണ് വരുന്നത്. ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒലിച്ച് പുറത്തേക്ക് വരികയാണ്. പക്ഷെ ഇങ്ങനെ വരുന്നത് എപ്പാണെന്നറിയോ, ഞാൻ ചുട്ടെടുത്തിട്ട് എനിക്ക് മനസ്സിലായതാണ്. നല്ലോണം തീ കുറച്ചിട്ട് ചുട്ടെടുക്കുമ്പോൾ ഇതുപോലെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരുന്നുണ്ട് മാവ്. അപ്പോൾ ഇങ്ങനെയാണ് ചുട്ടെടുക്കേണ്ടത്. മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. വേവൂലാന്ന് വെച്ചിട്ട് ടെൻഷനും വേണ്ട. ഇതുപോലെ ചൂടുള്ള വെളിച്ചെണ്ണ ആക്കി കൊടുത്താൽ അതങ്ങ് വെന്തോളും. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതും വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റാം. എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ലോണം ചെരിച്ചിട്ട് വെളിച്ചെണ്ണ കളയണം. ഫുള്ളായിട്ട് അങ്ങ് പോയിക്കോളും. ഉൾഭാഗത്ത് അങ്ങനെ നെയ്യൊന്നും ഉണ്ടാവില്ല. പിന്നെ മുട്ടസിർക്ക് ഇങ്ങനത്തെ നെയ്യപ്പത്തിലെല്ലാം കുറച്ച് നെയ്യ് ഉണ്ടാവും, എന്നാലും അധികമായിട്ട് അങ്ങനെ ഓയിലൊന്നും ആയിരിക്കില്ല. ഞാൻ ഇതിൻ്റെ കൂടെ മധുരമുള്ള തേങ്ങാപ്പണ്ട ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പണ്ടത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയാമെന്നിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ വേവിച്ച കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കും. ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പം ഇതൊന്ന് മുറിച്ചിട്ട് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്, ഉൾഭാഗത്ത് നല്ല ആരൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത റെസിപ്പി എൻ്റെ ചാനൽ തുടങ്ങിയ മുതൽ ഒരുപാട് റിക്വസ്റ്റ് വന്നൊരു റെസിപ്പിയാണ്. റമദാൻ സ്പെഷ്യലായിട്ടുള്ള വെള്ളപ്പോളയാണ് കാണിക്കുന്നത്. മലബാർ വെള്ളപ്പോള നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഇതും സ്വീറ്റ് ആയിട്ടുള്ളതാണ്. സ്വീറ്റ് കറിയുടെ കൂടെയാണ് ഇത് കഴിക്കുക. ഇത് ഒരുപാട് രീതിയിൽ ഉണ്ടാക്കാം. ഞാനൊരു സിമ്പിൾ രീതിയാണ് ഇപ്പം കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം അരി കുതിർത്ത് വെക്കണം. അരക്കപ്പ് മട്ട അരി, നിങ്ങൾ ചോറ് വെക്കുന്ന ഏത് അരിയായാലും എടുക്കാം. ഞാനിപ്പം മട്ട അരിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് പച്ചരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് കുതിർത്ത് വെക്കാം. ഇളം ചൂട് വെള്ളത്തിലാണ് കുതിർത്ത് വെക്കുന്നത്. ഒരു 5 മണിക്കൂറെങ്കിലും മിനിമം കുതിർത്ത് വെക്കുക. അതിനുശേഷം വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് അരക്കാൻ വേണ്ടി മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത്. അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ ഇത് സ്വീറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് നേരത്തെ എടുത്ത അതേ കപ്പിൽ തന്നെ അരക്കപ്പ് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും നന്നായിട്ട് പൊങ്ങി വരാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ മിക്സി അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുത്ത ബാറ്റർ കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യുക. ഇത് കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം ഓവറായിട്ട് കട്ടി വേണ്ട, കുറച്ച് ലൂസാക്കി എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് വെള്ളം ചേർത്ത് കൊടുത്തത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീമറിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇതൊരു ദോശയുടെ കനത്തിലല്ല, ഒരു 4-5 തവിയോളം മാവ് ഒഴിച്ചിട്ട് ആ ഒരു കനത്തിലാണ് നമ്മൾ ഓരോ അപ്പവും റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 5 വലിയ തവി മാവങ്ങ് ഒഴിച്ച് കൊടുക്കുക. ശരിക്കും 2 കപ്പോളം ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു കത്തി എന്തെങ്കിലും കുത്തി നോക്കുക. നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്തിട്ട് വേണം ഈ ഒരു പ്ലേറ്റിൽ നിന്ന് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കും. നല്ല സ്പോഞ്ച് പോലത്തെ അപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് കൂട്ടുന്നത് തേങ്ങാപ്പാലും ചെറുപഴവും പഞ്ചസാരയും നന്നായിട്ട് കൈവച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. നല്ല കോമ്പിനേഷനാണ് ഇതും. ഇഫ്താന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇത് ചെയ്യാം. തറാവി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു സമയത്താണ് ഇത് കഴിക്കുക, കണ്ണൂർ ആ ഭാഗത്തൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാട്ടോ, സ്പോഞ്ച് പോലത്തെ അപ്പാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത റെസിപ്പി എന്നാ നോക്കാം. അടുത്ത റെസിപ്പി ഇതളപ്പാണ്. സാൻഡ് റൊട്ടി എന്ന് പറയും. ഇത് നേരിയരി വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ പച്ചരി വെച്ചിട്ടുള്ളൊരു ഈസി റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് കറി കൂട്ടി കഴിക്കുന്നതാണ്. ചിക്കൻ കറി ആയാലും ബീഫ് ആയാലും എന്തിൻ്റെ കൂടിയും അടിപൊളി കോമ്പിനേഷനാണ് ഈ ഒരു അപ്പം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് പച്ചരി നല്ലോണം കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം.
ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചിരവിയത് ചേർക്കണം, ഒരു വലിയ സവാള, പിന്നെ ഒരു 3 ഏലക്ക, 1.5 ടീസ്പൂണോളം പെരിഞ്ജീരകം അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണോളം വേവിച്ച ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ അരക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. ചെറിയ തരിതരിപ്പ് ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അരച്ചെടുത്ത ബാറ്റർ ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീമറിൻ്റെ മുകളിൽ ഇതുപോലത്തെ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുക. പ്ലേറ്റ് അല്ലെങ്കിൽ സാധാരണ ടിഫിൻ ബോക്സൊക്കെ വെച്ച് കൊടുത്താൽ മതി, സ്റ്റീലിൻ്റെ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ദോശമാവ് പോലെ ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കുക. അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുക്കാക്കി എടുക്കുക. ഒരു 5 ലെയറാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ ലെയർ വിട്ട് വരുള്ളൂ. നെയ്യ് അല്ലെങ്കിൽ നെയ്യായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവുക. നെയ്യ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ എടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ മാവ് ഒഴിച്ച് കൊടുക്കുക. പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അടച്ച് വെക്കുന്നത്. ഇതുപോലെ ഒരു 5 ലെയർ നമ്മൾ ചെയ്തെടുക്കും. ഓരോരോ പ്രാവശ്യം ഒഴിച്ചിട്ട് അടച്ച് വെക്കുന്ന സമയത്ത് നമുക്കൊരു 5 മിനിറ്റ് വേണ്ട, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ അവസാനം ഒരു 10 മിനിറ്റ് ടോട്ടൽ അങ്ങ് കുക്കാക്കി എടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടാറാൻ വെക്കുക. ചൂടാറിക്കഴിഞ്ഞാൽ ഇതുപോലെ പ്ലേറ്റിൽ നിന്ന് ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ടാവും. നമ്മുടെ ഇതളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. കണ്ട, ഇതുപോലെ ഇതളുകളായിട്ട് കിട്ടും. നല്ല കോമ്പിനേഷനാണ് ചിക്കൻ്റെ കൂടെയും ബീഫിൻ്റെ കൂടെയൊക്കെ. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ഞാനൊരു മസാല മുട്ട സിർക്കയാണ് കാണിക്കുന്നത്. ഇതും നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ്റെ കൂടെയായാലും ബീഫിൻ്റെ കൂടെയായാലും മുട്ടക്കറിയുടെ കൂടി നല്ല കോമ്പിനേഷനാണ്. ഇനി കറി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതും എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കപ്പ് പച്ചരി 4-5 മണിക്കൂർ കുതിർത്ത് വെച്ച് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പച്ചരി വെച്ചിട്ടാണ് ഈ മുട്ട സിർക്ക റെഡിയാക്കുന്നത്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്കിനി ഒരു മുട്ട ചേർത്ത് കൊടുക്കണം. പിന്നെ 2 ടേബിൾ സ്പൂണോളം വേവിച്ച ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ അരി കുതിർത്ത വെള്ളം മിക്സിയിൽ കുറച്ചൊക്കെ ഉണ്ടാവും. അപ്പോൾ അരിക്ക് താഴെ ആയിരിക്കണം മുട്ട സിർക്കക്ക് വെള്ളം ഒഴിക്കേണ്ടത്. വെള്ളം കാണുന്ന രീതിയിലും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട. 1/2 ഗ്ലാസ് വെള്ളം മതി ഈ 1 കപ്പ് മുട്ട സിർക്കക്ക്. 1/2 ഗ്ലാസും വേണ്ട, 1/2 ഗ്ലാസ്സിനടുത്തേ വേണ്ടി വരുള്ളൂ. അത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കണം എന്ന് പറയുന്നില്ല, ചെറിയ തരിതരിപ്പോടെയാണ് ഇത് അരച്ചെടുക്കേണ്ടത്. തരിതരിപ്പ് കൂടി പോകാനും പാടില്ല. അരച്ചെടുത്തത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഞാൻ ഈ ഒരു മുട്ട സിർക്ക 2 രീതിയിൽ കാണിക്കുന്നുണ്ട്. സാധാരണ ആ വൈറ്റ് കളർ ഉള്ളതും പിന്നെ കാണിക്കുന്നത് മസാല മുട്ട സിർക്കയാണ്. അപ്പോൾ ഈ ബാറ്റർ നമുക്ക് 2 പാർട്ടാക്കി എടുക്കണം. മസാല മുട്ട സിർക്കക്ക് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കണം. ആദ്യം നമുക്കൊരു 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്താൽ അങ്ങ് കുക്കായി പോകും. ചെറുതായിട്ട് ബൈറ്റ്സ് കിട്ടുമ്പോഴായിരിക്കും അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും 2 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഉള്ളിയും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഈ മുട്ട സിർക്ക റെഡിയാക്കാമെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാരയിലാണ് ഈ മുട്ട സിർക്ക റെഡിയാക്കുന്നത്. അപ്പോൾ കാരച്ചട്ടി അത്യാവശ്യം ചൂടായാൽ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുട്ട സിർക്കയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം ഒന്നുമില്ലാത്ത വെള്ള മുട്ട സിർക്കയുടെ ബാറ്ററാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി.
ഒരു ഭാഗം റെഡി ആയി കഴിഞ്ഞാൽ ഇതുപോലെ പൊങ്ങി വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഞാനിപ്പം പപ്പടം കുത്തി നമ്മുടെ നാട്ടിൽ അപ്പക്കൊള്ളി എന്ന് പറയുക, അത് വെച്ചിട്ടാണ് ഇത് മറിച്ചിട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ മറ്റേ ഭാഗം കൂടി നമുക്ക് വേവിച്ചെടുക്കാം. ഒരു ഭാഗം കൂടി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇത് കുത്തിയെടുക്കാം. എണ്ണ നന്നായിട്ട് ഇങ്ങനെ ഊറ്റി കളഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അടുത്ത ബാച്ചിൽ നമുക്ക് വെജിറ്റബിൾ ഇട്ട ആ മുട്ട സിർക്കയുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു ഭാഗം റെഡിയായാൽ മറിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. അത്യാവശ്യം ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ഇത് വേവിച്ചെടുക്കണം. എല്ലാ മുട്ട സിർക്കി ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു 4 റെസിപ്പീസും. ഇതിലുള്ള ഒരു കുഞ്ഞിക്കലത്തപ്പം പിന്നെ അതുപോലെ തന്നെ ആ വെള്ളപ്പോളൊക്കെ ഒത്തൻറ്റിക് റെസിപ്പീസാണ്. അപ്പോൾ കുറേ പേർക്കൊന്നും അറിയുന്നുണ്ടാവില്ല. എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ കഴിച്ചിട്ടുള്ള ആ ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കഴിക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്